1400 വർഷങ്ങൾക്ക് മുമ്പ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ നമ്മെ പഠിപ്പിച്ചതാണ് റജബുൻ ഷഹറുല്ലാഹ്, ശഅബാനു ശഹരി വറമളാനു ശഹറു ഉമ്മത്തി. റജബ് മാസം അള്ളാഹുവിൻ്റെ മാസവും, ശഅബാൻ മാസം എൻ്റെ മാസവും, റമളാൻ മാസം എൻ്റെ ഉമ്മത്തീങ്ങളുടെ മാസം എന്നാണ്. നമുക്കറിയാം, നാമൊക്കെ നിലകൊള്ളുന്നത് റജബ് മാസത്തിലാണ്. ഈ പറയുന്ന ഞാനും നിങ്ങളൊക്കെ നമ്മുടെ തെറ്റുകുറ്റങ്ങൾ അള്ളാഹുവിനോട് പറഞ്ഞ് ഖേദിച്ച് മടങ്ങേണ്ട മാസവും കൂടിയാണ്. മാത്രമല്ല, കൂട്ടുകാർ പരസ്പരം പിണങ്ങിയിട്ടുണ്ടെങ്കിൽ പൊരുത്തപ്പെടിയിച്ച് അള്ളാഹുവിലേക്ക് തൂബ ചെയ്ത് മടങ്ങേണ്ട മാസവും കൂടിയാണ്. നിങ്ങളുടെ നാവ് കൊണ്ട് ആരെങ്കിലുമാട്ടെ അവരെ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടെങ്കിൽ പൊരുത്തപ്പെടിയിക്കേണ്ട മാസമാണ്. മാത്രമല്ല, മൊബൈൽ ഫോണിൽ പേഴ്സണൽ മെസ്സേജിൽ പോയി പലവരുമുണ്ടാകും, തെറി പറഞ്ഞവരുണ്ടാകും, അവർക്ക് വേണ്ടാത്ത സംസാരങ്ങൾ സംസാരിച്ചവരുണ്ടാകും. ആരുടെ മനസ്സും പറയാൻ പറ്റൂല. എല്ലാവരുടെ മനസ്സ് കൽബറിയുന്നവൻ അല്ലാഹുവാണ്. അവർ ആരെങ്കിലും മനസ്സ് വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ വേദനിപ്പിക്കപ്പെട്ടവർ അവർ അല്ലാഹുവിനോട് കൈവരുത്തണമെന്നില്ല. അവരുടെ മനസ്സ് വേദനിച്ചാൽ, അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീർ ഇറ്റിപ്പോയാൽ അല്ലാഹു തആല ആ പറഞ്ഞവനിക്ക് ഈ ദുനിയാവിൽ തന്നെ പാഠം പഠിപ്പിക്കുന്നതാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് നിങ്ങൾ പരസ്പരം പൊരുത്തപ്പെടിക്കുക. കുടുംബബന്ധം മുറിച്ചവരുണ്ടെങ്കിൽ കുടുംബബന്ധം പുലർത്തേണ്ട ദിവസവും കൂടിയാണ്. അല്ലാതെ നിങ്ങൾ ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ, കുടുംബബന്ധം ചേർക്കുന്നില്ല, കൂട്ടുകാരെ ആരെങ്കിലും ആകട്ടെ ചീത്ത പറഞ്ഞിട്ടുണ്ടെങ്കിൽ പൊരുത്തപ്പെടിയിക്കുന്നില്ല എങ്കിൽ യാതൊരു സംശയവുമില്ല, ഈ റജബ് മാസവും വരാനിരിക്കുന്ന ശഅബാനും റമളാനും ഒക്കെ പ്രതികൂലമായി സാക്ഷി നിൽക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് നല്ലത് ചിന്തിക്കാനും നല്ലത് പ്രവർത്തിക്കാനും അല്ലാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.